ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായനഭാഗം 1 ദിനവൃത്താന്തം 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 38-ാം വാക്യം. അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു. ശേഷമുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്യമത്യപ്പെട്ടിരുന്നു. വേദപുസ്തകത്തിലെ ദിനവൃത്താന്ത പുസ്തകം ദൈവജനത്തിൻ്റെ ചരിത്രത്തെ ആത്മീയമായ കാഴ്ചപ്പാടിലൂടെയാണ് വിവരിക്കുന്നത്. ഇതിലൂടെ ദൈവഹിതവും ദൈവകൃപയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വായനാഭാഗത്ത് ശൗൽ രാജാവിൻ്റെ പതനവും ദാവീദിൻ്റെ ഉയർച്ചയുമാണ് നാം കാണുന്നത്. ഇതിലൂടെ ജീവിതത്തിൽ ദൈവത്തിന് കീഴടങ്ങുന്നതും ദൈവകൃപയാൽ ബലപ്പെടുത്തുന്നതും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അത് എപ്രകാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ദൈവത്തോടുള്ള അവിശ്വസ്തത. ഇവിടെ 10-ാം അധ്യായത്തിൽ നാം കാണുന്നത് ശൗൽ രാജാവിൻ്റെ അന്ത്യത്തെക്കുറിച്ചാണ്. ദൈവത്തോടും അവിശ്വസ്തത കാട്ടിയ ശൗൽ രാജാവിൻ്റെ പതനമാണ് ഇവിടെ നാം കാണുന്നത്. 2 കാര്യങ്ങളാണ് ശൗൽ രാജാവിൻ്റെ പതനത്തിന് കാരണമായി തിരുവചനം നമ്മോട് പറയുന്നത്. ഒന്ന്, അവിശ്വസ്തത. ശൗൽ രാജാവ് ദൈവം നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ലംഘിക്കുന്നതായാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2, ദൈവത്തോട് ആലോചന ചോദിക്കുന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ വെളിച്ചപ്പാടത്തി അടുക്കൽ പോകുന്നതായി നാം കാണുന്നു. അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തിൽ അവിശ്വസ്തനായിരുന്നു ശൗൽ രാജാവ് എന്ന് നാം കാണുന്നു. നമ്മുടെയും ജീവിതത്തിൽ സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ ആശ്രയിക്കാതെ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നവരായിട്ട് തീരുക. രണ്ടാമതായിട്ട്, കൂട്ടായ്മ നൽകുന്ന അനുഗ്രഹം. ശൗൽ രാജാവ് അവിശ്വസ്തനായിരുന്നു എങ്കിൽ ദാവീദ് പൂർണ്ണമായും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. അതിനാൽ ദാവീദിനെ സഹായിക്കുവാൻ ഏകദേശം എല്ലാ ഗോത്രങ്ങളിൽ നിന്നും വീരന്മാർ എത്തുന്നു. ഇവിടെ 2 തരത്തിലാണ് ദാവീദിൻ്റെ ജീവിത രീതി. ഒന്ന്, വിശ്വസ്തരായ അനുയായികളെ ദൈവം ദാവീദിന് നൽകുന്നു. ദാവീദിനെ സഹായിക്കുവാൻ ദൈവഭയമുള്ളവരും യുദ്ധ നിപുണരുമായവർ ഒന്നിച്ചു കൂടുന്നതായിട്ട് നാം കാണുന്നു. രണ്ടാമതായിട്ട്, ഐക്യത്തോടെയുള്ള പ്രവർത്തനം. നമ്മൾ ഇന്ന് കുറിവാക്യത്തിൽ കേട്ടതുപോലെ ദാവീദിനെ രാജാവാക്കേണ്ടതിന് പൂർണ്ണ ഹൃദയത്തോടെയും ഐക്യത്തോടെയും അനേകർ ഒന്നിച്ച് ചേർന്ന് വരുന്നതായിട്ട് കാണുന്നു. ഇത് ദൈവഹിതമായിരുന്നു. അതോടൊപ്പം തന്നെ ദൈവകൃപ അനുഭവിക്കുവാനും കാരണമായി തീർന്ന ഒരു അനുഭവമായിരുന്നു. ഇത്തരത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹായിക്കുകയും പങ്കാളികളാകുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ശൗൽ രാജാവ് നമുക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദൈവത്തോട് നാം എപ്പോഴും വിശ്വസ്തരായിരിക്കുക എന്ന്. എന്നാൽ ദാവീദ് നമുക്ക് നൽകുന്നത് ഒരു പ്രത്യാശയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഉയർത്തും എന്ന്. ഇത്തരത്തിൽ ദൈവഹിതമനുസരിച്ച് ദൈവകൃപയോടെ ദാവീദിനെ പോലെ നമുക്കും മുന്നോട്ട് ജീവിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയോട് അവിശ്വസ്തരായി ജീവിക്കുവാൻ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാകരുതേ. ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുവാനും കൂട്ടായ്മയുടെ അനുഭവം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നവരായും തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.